രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഒറ്റ സീറ്റുള്ള ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച നാളെ നടക്കും. മറ്റന്നാൾ ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി CPM, CPI നേതാക്കൾ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. CPM-ന് 12, CPI-ക്ക് 4, NCP-ക്കും JDS-നും ഓരോ മന്ത്രിമാരും ഉണ്ടാകും. കേരള കോൺഗ്രസ് M 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകും. ഒറ്റ സീറ്റുള്ള പാർട്ടികളിൽ കേരള കോൺഗ്രസ് B-ക്ക് മന്ത്രിസ്ഥാനം നൽകും. കോൺഗ്രസ് S-നും LJD-ക്കും മന്ത്രിസ്ഥാനം ലഭിക്കില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിനും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. INL-നും ജനാധിപത്യ കേരള കോൺഗ്രസിനും 2.5 വർഷം വീതം നൽകി 2 പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകാനും ആലോചനയുണ്ട്. അല്ലെങ്കിൽ INL-ന് ക്യാബിനറ്റ് റാങ്കുള്ള മറ്റേതെങ്കിലും പദവി നൽകാനും സാധ്യതയുണ്ട്. മുന്നണിക്ക് പുറത്തുനിന്ന് സഹകരിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നൽകില്ല. ഒറ്റ സീറ്റിൽ ജയിച്ചവരുമായി നാളെ നടക്കുന്ന ചർച്ചയോടെ ആർക്കൊക്കെ മന്ത്രിസ്ഥാനമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. CPI-യുടെ വകുപ്പുകളിൽ ചിലതിൽ CPM മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് മുൻപ് ഇരു പാർട്ടി നേതാക്കളും ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കും. മന്ത്രിമാരെ തീരുമാനിക്കാൻ ഇടതു പാർട്ടികളുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ 18-ന് ചേരും. 20-ന് വൈകിട്ട് 3:30-ക്കാണ് സത്യപ്രതിജ്ഞ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും ചടങ്ങുകൾ. ന്യൂസ് 18 തിരുവനന്തപുരം.